നമ്മുടെ മന്ത്രി വനപാതയിലൂടെ കുതിരപ്പുറത്തേറി ഒരു ദീർഘയാത്ര പുറപ്പെട്ടു. അക്കാലത്ത് മറ്റൊരു നഗരത്തിലെത്താൻ കാട്ടിലൂടെ ദീർഘദൂരം സഞ്ചരിക്കണം. പെട്ടെന്നാണ് വഴിയിൽ മറ്റൊരു യാത്രക്കാരനെ നമ്മുടെ മന്ത്രി കണ്ടത്. നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്? എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്? ഞാൻ പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു. എനിക്ക് വഴി തെറ്റി. എന്നെ ഒന്ന് സഹായിക്കാമോ? അതിനെന്താ, ഞാനും പട്ടണത്തിലേക്കാണ്. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ രണ്ടുപേരും കൂടി കുതിരപ്പുറത്ത് കയറി യാത്ര തുടർന്നു. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടോ? 2 രാത്രികൾ കഴിയണം പട്ടണത്തിലേക്ക് എത്താൻ. അങ്ങനെയെങ്കിൽ ഇവിടെ അടുത്ത് എനിക്ക് അറിയാവുന്ന ഒരു വിശ്രമ മന്ദിരമുണ്ട്. ഇന്ന് രാത്രി നമുക്ക് അവിടെ തങ്ങി നാളെ വെളുപ്പിന് യാത്ര തുടരാം. എന്താ? അങ്ങനെ ആവട്ടെ. പരിചയപ്പെടാൻ മറന്നു. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് അമർനാഥ്. എന്ത് ചെയ്യുന്നു? പട്ടണത്തിൽ എനിക്ക് പഴഞ്ചാറ് വിൽക്കുന്ന ഒരു കടയുണ്ട്. പഴഞ്ചാറ് കുടിച്ചിട്ട് നാളുകളായി. നിങ്ങളുടെ കയ്യിലുണ്ടോ? വല്ലാത്ത ക്ഷീണം. ഞാൻ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് കുപ്പികളുണ്ട്. അതിലൊരു കുപ്പി എടുക്കട്ടെ? അതിനെന്താ, ക്ഷീണം അകറ്റാലോ. അയാൾ തന്റെ ബാഗിലുള്ള പാനീയം മന്ത്രിക്ക് കൊടുത്തു. മന്ത്രി പാനീയം കുടിച്ചതും ബോധം കെട്ടു വീണു. ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു അയാൾ. യഥാർത്ഥത്തിൽ അയാൾ യാത്രക്കാരനായിരുന്നില്ല. യാത്രക്കാരെ കൊള്ളയടിക്കുന്ന ഒരു കള്ളനായിരുന്നു അയാൾ. മന്ത്രിക്ക് ഉറക്കം വരാനുള്ള മരുന്ന് കലക്കിയ പാനീയമായിരുന്നു അയാൾ കൊടുത്തത്. അയാൾ മെല്ലെ എഴുന്നേറ്റ് മന്ത്രിയുടെ തലയ്ക്കടിയിൽ മന്ത്രിയെ ശല്യം ചെയ്യാതെ പരതി നോക്കി. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. പണം വെക്കുന്ന മന്ത്രിയുടെ പോക്കറ്റിൽ അയാൾ ശ്രദ്ധാപൂർവം തിരഞ്ഞു. പക്ഷെ ഒരു പൈസ പോലും കണ്ടെത്താനായില്ല. ക്ഷമ കെട്ട് അയാൾ കുതിരയുടെ പുറത്തും തിരഞ്ഞു. നിരാശയായിരുന്നു ഫലം. അങ്ങനെ അയാൾ നിരാശയോടെ അന്ന് രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങി. ഇന്നലെ കണ്ണടച്ചതേ ഓർമ്മയുള്ളൂ. ക്ഷീണം കാരണം വേഗം ഉറങ്ങിപ്പോയി. അതെ ഞാനും. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഇരുവരും യാത്ര തുടർന്നു. പല കഥകൾ പറഞ്ഞും തമാശകൾ പറഞ്ഞും പഴങ്ങൾ പറിച്ചു തിന്നും രണ്ടാമത്തെ രാത്രിയായതും അവരറിഞ്ഞില്ല. കള്ളന്മാർ ഒരുപാടുള്ള സ്ഥലമാണ്. ഇവിടെ സൂക്ഷിക്കണം. അതെ, ഇവിടെ അടുത്ത് ഞാൻ തങ്ങാറുള്ള ഒരു വിശ്രമ കേന്ദ്രമുണ്ട്. ഇന്ന് നമുക്ക് അവിടെ തങ്ങാം. എന്താ? പതിവ് പോലെ യാത്രക്കാരൻ തന്റെ പാനീയം മന്ത്രിക്ക് നീട്ടി. മന്ത്രി അത് കുടിച്ച് ബോധം കെട്ടുറങ്ങി. കള്ളൻ വീണ്ടും അവിടെയെല്ലാം തിരയാൻ തുടങ്ങി. പക്ഷെ ഒന്നും കിട്ടിയില്ല. വീണ്ടും നിരാശനായി കിടന്നുറങ്ങി. അടുത്ത ദിവസം 2 യാത്രക്കാരും വിശുദ്ധ നഗരമായ തിരുപ്പതിയിലെത്തി. ഇതാ, ഈ പണം കയ്യിൽ വെച്ചുകൊള്ളുക, എന്റെ ഒരു സന്തോഷത്തിന്. നന്ദിയുണ്ട്. അങ്ങ് കോപിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്തു പറ്റി? എന്താണ് കാര്യം? പറയൂ, കേൾക്കട്ടെ. ഞാൻ അങ്ങയെ കബളിപ്പിക്കുകയായിരുന്നു. ഞാൻ കച്ചവടക്കാരനല്ല, ഒരു കള്ളനാണ്. പക്ഷേ എന്റെ മോശന ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ പരാജയം നേരിട്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇത്തവണ അങ്ങേക്ക് മുന്നിൽ പരാജയപ്പെട്ടു. ഇനിയെങ്കിലും എന്നോട് പറയൂ, നിങ്ങൾ രാത്രിയിൽ പണം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത്? നിങ്ങളുടെ ആ രഹസ്യം അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. നിന്നെ കണ്ടപ്പോൾ തന്നെ നീ കള്ളനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരണമെങ്കിൽ എനിക്കൊരു വാക്ക് തരണം. എന്താണത്? ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന്. ഇല്ല, ഞാൻ ഇനി മോഷ്ടിക്കില്ല. പറയൂ. നിങ്ങൾ ഒരിക്കലും കണ്ടെത്താത്ത സ്ഥലത്ത് ഞാൻ പണം ഒളിപ്പിച്ചു. പക്ഷെ എവിടെ? ഞാൻ അത് എല്ലായിടത്തും തിരഞ്ഞിരുന്നല്ലോ. നിങ്ങളുടെ തലയണയ്ക്കടിയിൽ നിങ്ങൾ തിരഞ്ഞിരുന്നോ? എന്ത്? ഞാൻ നിങ്ങളുടെ തലയണക്കടിയിലാണ് തിരഞ്ഞത്. പക്ഷേ ഒന്നും കണ്ടെത്തിയില്ല. എന്റെ തലയണക്കടിയിൽ ഞാൻ എന്തിന് നിങ്ങളുടെ പണം അന്വേഷിക്കണം? എന്റെ പണം നിങ്ങൾ ഒരിക്കലും അന്വേഷിക്കാത്ത ഒരേ ഒരു സ്ഥലം അതാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത് കേട്ട കള്ളൻ മന്ത്രിയെ വണങ്ങി. പിന്നീട് ഒരിക്കലും അയാൾ മോഷ്ടിച്ചിട്ടില്ല.
സംഘം മോഷ്ടാക്കൾ കൃഷ്ണപുരം രാജ്യത്ത് പ്രവേശിച്ചു. ആ സമയത്ത് രാത്രികാലങ്ങളിൽ കവർച്ചയുടെ ഒരു പരമ്പര തന്നെ നടന്നിരുന്നു. കുറ്റവാളികളെ പിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. മോഷ്ടാക്കളെ പിടികൂടുന്നതിൽ പരാജയപ്പെട്ട രാജാവ് വളരെ അസ്വസ്ഥനായിരുന്നു. ആരവിടെ? മന്ത്രിയെ വിളിക്കൂ. മന്ത്രി, നാമും നമ്മുടെ ഭടന്മാരും പഠിച്ച പണി 18 നോക്കിയിട്ടും നമ്മുടെ രാജ്യത്ത് വിലസുന്ന മോഷ്ടാക്കളെ പിടിക്കാൻ കഴിയുന്നില്ല. ഇനി മന്ത്രിക്ക് മാത്രമാണ് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുക. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം പ്രഭു. എന്ത് പറ്റി? പയ്യേ? ഒന്നുമില്ല. നമ്മുടെ രാജ്യത്ത് ഒരു കൊള്ളസംഘം വിലസുന്നുണ്ട്. അവരെ പിടിക്കാൻ രാജാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് പറഞ്ഞപ്പോഴാ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഇന്നലെ കള്ളം കയറി. അവിടുത്തെ വേലക്കാരി രമൺ ചേച്ചി പറഞ്ഞല്ലോ. ആണോ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? നീ നമ്മുടെ പക്കലുള്ള പണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്ന പോലെ തൊട്ടടുത്ത വീട്ടിലെ വേലക്കാരി രമണി ചേച്ചിയോട് പറയണം. അയ്യോ, അതെന്തിനാ? അപ്പോൾ അത് നാട് മുഴുവൻ അറിയില്ലേ? അപ്പോൾ കള്ളന്മാർ നമ്മുടെ വീട്ടിലും വരില്ലേ? വരണം. വരാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. എന്നാലേ നമുക്ക് കള്ളന്മാരെ പിടിക്കാൻ കഴിയൂ. അങ്ങനെ പിറ്റേ ദിവസം മന്ത്രി പറഞ്ഞത് പ്രകാരം തങ്ങളുടെ പക്കലുള്ള പണത്തെക്കുറിച്ചുള്ള കഥകൾ ഭാര്യ തൊട്ടടുത്ത വീട്ടിലെ വേലക്കാരി രമണി ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ മന്ത്രിയുടെ സമ്പത്തിനെ കുറിച്ച് ആ ഗ്രാമം മുഴുവൻ സംസാരിച്ചു. അങ്ങനെ ഇതെല്ലാം മോഷ്ടാക്കളുടെ ചെവിയിലും എത്തി. നമുക്ക് ആ മന്ത്രിയെ ഒന്ന് നിരീക്ഷിക്കണം. അവൻ പഠിച്ച കള്ളനാണ്. നമ്മളെ കൊടുക്കാനുള്ള പദ്ധതി വല്ലതുമായിരിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും എങ്ങനെയെങ്കിലും അവന്റെ വീടിനുള്ളിൽ കയറിപ്പറ്റണം. അവന്റെ നീക്കങ്ങൾ വീക്ഷിക്കണം. അങ്ങനെ അവരിൽ ഒരാളെ കൊള്ളത്തലവൻ മന്ത്രിയുടെ വീട്ടിൽ ചാരപ്പണി ചെയ്യാൻ വേണ്ടി ജോലിക്കാരനായി വിട്ടു. പണമൊന്നും തരില്ല, എന്ന് ഭക്ഷണം തരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നോളൂ. എന്താ പ്രശ്നം? ആരാണ് ഇയാൾ? ജോലി അന്വേഷിച്ചു വന്നതാണ്. പണമൊന്നും കൊടുക്കണ്ട, ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. എന്നാൽ ഇയാൾ ഒരു വഞ്ചകനാണെന്ന് മന്ത്രിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. പക്ഷെ മന്ത്രി അറിഞ്ഞ ഭാവം നടിച്ചില്ല. ശരി, അദ്ദേഹത്തോട് ആദ്യം വിറക് കീറാൻ പറയും. പിറക് വശത്തുണ്ട്, കാണിച്ചു കൊടുക്കൂ. അന്ന് രാത്രി അവർ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച സമ്പത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് ആ പെട്ടി വീട്ടിൽ വെക്കുന്നത് നല്ലതല്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. നമുക്ക് ആ പെട്ടി കിണറ്റിലിടാം. അവിടെ വെള്ളത്തിനടിയിലാവുമ്പോ ഒരു കൊള്ളക്കാർക്കും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് സുരക്ഷിതമായിരിക്കും. മന്ത്രിയും ഭാര്യയും കൂറ്റൻ കൂട്ടുള്ള ഒരു വലിയ മരപ്പെട്ടി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. വീട്ടുജോലിക്കാരൻ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ മന്ത്രിയും ഭാര്യയും പോയി കിടന്നുറങ്ങി. മന്ത്രിയുടെ മേൽ ചാരപ്പണി നടത്തിയിരുന്ന ആ കൊള്ളക്കാരൻ തന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, മന്ത്രിയുടെ ഇക്കാലം അത്രയുള്ള സമ്പത്ത് എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് എനിക്കറിയാം. കേട്ട പാതി കേൾക്കാത്ത പാതി അവർ എല്ലാവരും കൂടി അപ്പോൾ തന്നെ മന്ത്രിയുടെ വീട് ലക്ഷ്യമാക്കി പുറപ്പെട്ടു. മന്ത്രി ധാരാളം മരങ്ങൾ നട്ടു വളർത്തിയ വീട്ടുമുറ്റത്തേക്ക് അവരുടെ കൂട്ടാളി അവരെ നയിച്ചു. ചാരപ്പണി നടത്തിയിരുന്ന ആ കൊള്ളക്കാരൻ കൂട്ടാളി കിണർ ചൂണ്ടി പറഞ്ഞു, അവിടെയാണ്. നമ്മളെങ്ങനെ പെട്ടി ഉയർത്തും? എന്തായാലും അതിന് അത്യാവശ്യം ഭാരമുണ്ട്. നമുക്ക് കിണറിലെ വെള്ളം വറ്റിക്കാം. അപ്പോൾ പെട്ടി ഉയർത്താൻ എളുപ്പമാകും. അങ്ങനെ എല്ലാവരും കൂടി കിണർ വറ്റിക്കാൻ തുടങ്ങി. കിണറിന് ചുറ്റും മരങ്ങൾക്കിടയിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങി. വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന തിരക്കിൽ മന്ത്രി വന്നത് അവർ അറിഞ്ഞില്ല. മണിക്കൂറുകളോളം പണിയെടുത്ത് വെള്ളം കോരി കവർച്ചക്കാർ തളർന്നിരുന്നു. മതി, എല്ലാ ചെടികൾക്കും ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി ഒഴുക്കിക്കളഞ്ഞ് പാഴാക്കണ്ട. വെള്ളം അമൂല്യമാണ്. മന്ത്രിയെ കണ്ടപ്പോൾ കള്ളന്മാർ സ്തംഭിച്ചു പോയി. അവ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവർ രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച വഴി
കാവൽക്കാരും പടയാളികളും ചേർന്ന് തടഞ്ഞു. അവർ കവർച്ചക്കാരെ കീഴടക്കി ജയിലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ മന്ത്രിയുടെ ബുദ്ധിയിൽ കൊള്ളക്കാരെ പിടിച്ച കഥയും തന്റെ തോട്ടത്തിൽ കൊള്ളക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച കഥയും നാടാകെ പരന്നു. മോളെ എഴുന്നേറ്റ് ഈ മരുന്ന് കഴിച്ചേ, പനി മാറണ്ടേ നമുക്ക്? വേണ്ട അമ്മേ, ആ മരുന്ന് എനിക്ക് വേണ്ട. ഭയങ്കര കയ്പാണ്, കുടിക്കാൻ വയ്യ. മരുന്നിന് പിന്നെ കയ്പല്ലാതെ പിന്നെ എന്താ? അമ്മ അത് കേട്ടോ, അവൻ എന്നെ കളിയാക്കുന്നു. എന്റെ മോൾ അവൻ പറയുന്നതൊന്നും കേൾക്കണ്ട. എഴുന്നേൽക്ക്, നല്ല മോളെ ഈ മരുന്ന് കുടിക്കേ, നാളെ സ്കൂളിൽ പോകണ്ടേ. എന്താ ഇവിടെ ഒരു ബഹളം? മുത്തശ്ശി, ഇവൾക്ക് മരുന്ന് കുടിക്കാൻ മടി. മടിയൊന്നുമല്ല മുത്തശ്ശി, ഈ മരുന്നിന് വല്ലാത്ത കയ്പാ, കുടിക്കാൻ പറ്റുന്നില്ല. ഓ അതാണോ കാര്യം? മുത്തശ്ശിയോട് പറയണ്ടേ? അതിന് മുത്തശ്ശിയുടെ കയ്യിൽ ഒരു സൂത്രമുണ്ട്, ഇപ്പൊ കാണിച്ചു തരാം. ഇനി മുത്തശ്ശിയുടെ മോള് ഈ മരുന്നൊന്ന് കുടിച്ചു നോക്കിക്കേ. ഇപ്പൊ കയ്പാണോ മധുരമാണോ? ഹായ്, നല്ല മധുരം. എന്നാൽ എനിക്കും വേണം ആ മരുന്ന്. മുത്തശ്ശി, ഈ തേൻ എങ്ങനെയാ ഉണ്ടാക്കുന്നേ? തേനീച്ചകളെ കണ്ടിട്ടില്ലേ എന്റെ കുട്ടികള്? അവരാണ് തേൻ ഉണ്ടാക്കുന്നത്. പൂക്കളിൽ നിന്നോ പഴങ്ങളിൽ നിന്നോ തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന കൊഴുത്ത ദ്രാവകമാണ് തേൻ. മുത്തശ്ശി ഒരു തേൻ കൊതിയനായ കരടിയുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ ഒരു കൊതിയനായ കരടി താമസിച്ചിരുന്നു. എന്നും കാട്ടിലൂടെ കറങ്ങി നടന്ന് വയറ് നിറയെ പഴങ്ങൾ പറിച്ച് കഴിച്ച് ഏതെങ്കിലും ഒരു വലിയ മരത്തിന്റെ തണലിൽ കിടന്നുറങ്ങലാണ് നമ്മുടെ കരടിക്കുട്ടന്റെ സ്ഥിരം ഹോബി. അപ്പോഴാണ് ഒരു തേനീച്ച തന്റെ തേൻ കുടവുമായി അതുവഴി വന്നത്. കുടം നിറയെ തേൻ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു തുള്ളി തേൻ അറിയാതെ താഴെ കിടക്കുന്ന നമ്മുടെ കരടിക്കുട്ടന്റെ ചുണ്ടിൽ വീണു. കരടിക്കുട്ടൻ ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. ഇതെന്താണ് മധുരമഴയോ? ഇതെവിടുന്ന് വന്നു? ഇനിയും പെയ്യുമോ? ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പൂവ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പൂവ് കരടിയോട് പറഞ്ഞു, മധുരമഴയൊന്നുമല്ല, തേനീച്ചകൾ ഞങ്ങളിൽ നിന്നൊക്കെ ശേഖരിച്ച് തേൻ കൊണ്ടുപോകുമ്പോൾ താഴേക്ക് ഇത്തിരി വീണു പോയതാ. തേനോ? അതെന്താ സാധനം? ഞങ്ങളിൽ നിന്നോ പഴങ്ങളിൽ നിന്നോ തേനീച്ചകൾ തേൻ ശേഖരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന കൊഴുപ്പ് ദ്രാവകമാണ് തേൻ. അത് ഇനി എവിടെ കിട്ടും? എന്തു സ്വാദാണ് അതിന്? എനിക്കും കുറച്ച് തരുമോ? തേനീച്ചകളോട് ചോദിച്ചാൽ കിട്ടും, പക്ഷേ അവരുടെ സ്നേഹം പിടിച്ചു പറ്റണം. ചോദിക്കാതെ എടുത്താൽ പിന്നെ പറയണ്ടല്ലോ, അവരുടെ കുത്തുകൊണ്ട് ഓടേണ്ടി വരും. ശരി, എവിടെയാണ് തേനീച്ചകളുടെ വീട്? എനിക്ക് വഴി പറഞ്ഞു തരുമോ? വഴിയൊക്കെ പറഞ്ഞു തരാം, പക്ഷേ ഒന്നുകൂടെ ആലോചിച്ചിട്ട് അങ്ങോട്ട് പോയാൽ പോരെ? ആലോചിക്കാൻ ഒന്നുമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ആ തേൻ കുടിക്കാൻ കൊതിയായി. എങ്ങനെയെങ്കിലും എനിക്ക് ആ തേൻ കിട്ടിയേ പറ്റൂ. വേഗം സ്ഥലം പറഞ്ഞു തരൂ. സ്ഥലമൊക്കെ പറഞ്ഞു തരാം, പക്ഷേ സൂക്ഷിച്ചു വേണം അങ്ങോട്ട് പോകാൻ. പുഴയ്ക്കക്കരെയാണ് അവരുടെ ആവാസ സ്ഥലം. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ അവരുടെ പട്ടാളം ഇറങ്ങും. ഇറങ്ങിയാൽ പിന്നെ ഒന്നും നോക്കണ്ട, ജീവൻ വേണമെങ്കിൽ പുഴയിലേക്ക് എടുത്തു ചാടുക. അവർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി ആക്രമിക്കാൻ എന്തായാലും കഴിയില്ല. പൂവ് പറഞ്ഞത് കേട്ട് കരടി അവിടെ നിന്നും തേനീച്ചകളുടെ വാസസ്ഥലം ലക്ഷ്യമാക്കി നടന്നു. പൂവ്
പറഞ്ഞു കൊടുത്തതുപോലെ വളരെ ശ്രദ്ധയോടെയാണ് നമ്മുടെ കരടിക്കുട്ടൻ അങ്ങോട്ട് പോയത്. ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ നോക്കിയപ്പോൾ ഒരു കുടത്തിൽ നിറയെ തേൻ കണ്ടു. ഇത് കണ്ടതും നമ്മുടെ കരടിക്കുട്ടന്റെ കൺട്രോൾ പോയി. കരടിക്കുട്ടൻ കുടങ്ങൾ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് നടന്നു. പെട്ടെന്നാണ് തേനീച്ച പട്ടാളം നമ്മുടെ കരടിയെ കണ്ടത്. നമ്മുടെ താവളം ആക്രമിക്കാൻ ഒരു കരടി വരുന്നു. എല്ലാവരും വേഗം തയ്യാറാവൂ. പറഞ്ഞു കൊടുത്തതുപോലെ നമ്മുടെ കരടിക്കുട്ടൻ ഓടി പുഴയിലേക്ക് ചാടി രക്ഷപ്പെട്ടു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തേനീച്ച പട്ടാളം കാരണം കരടിക്കുട്ടന് ഒരു തുള്ളി തേൻ പോലും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കരടിക്കുട്ടൻ പതിവ് പോലെ കാട്ടിലെ പഴങ്ങൾ പറിച്ചു കഴിക്കുകയായിരുന്നു. അപ്പോൾ ദൂരെ നിന്ന് ഒരു നിലവിളി കേട്ടു. നമ്മുടെ കരടിക്കുട്ടൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി നോക്കി. അപ്പോഴതാ ഒരു വലിയ ചിലന്തി വലയിൽ ഒരു തേനീച്ച കുടുങ്ങിക്കിടക്കുന്നു. ഇത് കണ്ടതും നമ്മുടെ കരടിക്കുട്ടൻ ഒന്ന് ആലോചിച്ചു. ഇതിനും അവരുടെ കുത്ത് കൊള്ളേണ്ടി വരുമോ ദൈവമേ? എന്തു വന്നാലും ഓടി പുഴയിലേക്ക് ചാടാം. ഇതും പറഞ്ഞ് തേനീച്ചയെ ചിലന്തി വലയിൽ നിന്ന് രക്ഷിച്ച് ഒരു ഇലയിലിരുത്തി. കരടിക്കുട്ടൻ ഓടിപ്പുഴയിൽ ചാടി. ഇത് കണ്ട തേനീച്ച പറന്ന് കരടിയുടെ അടുത്തേക്ക് വന്നു. അയ്യോ, കുത്തല്ലേ, ഇനി ചിലന്തി വലയിൽ കുടുങ്ങിയാലും രക്ഷിക്കില്ല, സത്യം. ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ എന്നെ രക്ഷിച്ചതിന് നന്ദി പറയാൻ വന്നതാ. അപ്പൊ കുത്താൻ വന്നതല്ലേ? കുത്താനോ? എന്തിന്? ഞങ്ങൾ കാരണമില്ലാതെ ഒരാളെയും ഉപദ്രവിക്കാറില്ല. ഇത് കേട്ടപ്പോൾ കരടി നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. അപ്പോ അതാണ് കാര്യം. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാക്കുന്ന തേനായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അതാരായാലും ഞങ്ങൾ ആക്രമിക്കും. കാലങ്ങളോളം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ തേനുണ്ടാക്കുന്നത്. അതിന്റെ മധുരം കാരണം അത്രയ്ക്ക് കൊതിച്ചു പോയി. അതാ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് കുറച്ച് തേൻ കൊണ്ടുതരുമോ കൂട്ടുകാരാ? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാക്കുന്ന തേനായതുകൊണ്ട് പുറത്തുനിന്നും ഒരാൾക്ക് അത് എടുത്തു കൊടുക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. അങ്ങനെ എടുത്തു കൊടുത്താൽ തന്നെ അവരെ തേനീച്ച കൂട്ടത്തിൽ നിന്നും പുറത്താക്കും. പക്ഷേ വേറൊരു വഴിയുണ്ട്. എന്നെ രക്ഷിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ? പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. തേൻ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്, പറയൂ. ഈ കാട്ടിലെ ഏറ്റവും മണമുള്ളതും മധുരമുള്ളതുമായ പഴങ്ങളും പൂക്കളും എനിക്ക് കാണിച്ചു തരിക. ഞാൻ അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി മധുരമുള്ള തേനുണ്ടാക്കി തരുന്നതാണ്. ഇത് കേട്ട കരടിക്കുട്ടന് സന്തോഷമായി. കരടിക്കുട്ടൻ പൂവിന്റെ അടുത്ത് പോയി മധുരമുള്ള പൂക്കളുള്ള സ്ഥലം അന്വേഷിച്ചു. പൂവ് ഒരു മനോഹരമായ പൂന്തോട്ടം കാണിച്ചു കൊടുത്തു. അന്നു മുതൽ കരടിക്ക് മതിയാവോളം എന്നും തേൻ കിട്ടാൻ തുടങ്ങി. അങ്ങനെ കരടിയും തേനീച്ചയും ഇന്നും പിരിയാത്ത സുഹൃത്തുക്കളായി തുടരുന്നു. മോനെ, എഴുന്നേറ്റേ. എത്ര നേരമായി കിടന്നുറങ്ങുന്നു? ഇന്ന് ഞായറാഴ്ചയല്ലേ അമ്മേ? സ്കൂളൊന്നും ഇല്ലല്ലോ. കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ പ്ലീസ്. എക്സാം അല്ലേ മോനെ വരുന്നത്? വേഗം എഴുന്നേറ്റ് പഠിക്കാനിരിക്കെ. മുത്തശ്ശിയുടെ മോൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇന്നലെ മുത്തശ്ശിയോട് പറഞ്ഞതല്ലേ ഇനി മുതൽ നേരത്തെ എഴുന്നേക്കും പഠിക്കുമെന്നൊക്കെ. എല്ലാം മറന്നുപോയോ? ഇങ്ങനെ ഇരുന്നാൽ നമ്മുടെ മടിയൻ പൂമ്പാറ്റയെ പോലെ ആവും. മടിയൻ പൂമ്പാറ്റയോ? അതെ, ഒരു കാര്യവും നേരത്തും കാലത്തും ചെയ്യാത്ത മടിയനായ പൂമ്പാറ്റയുടെ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല മുത്തശ്ശി, പറഞ്ഞു തരാമോ? കഥയൊക്കെ പറഞ്ഞു തരാം, പക്ഷേ ഇനി മുതൽ എന്നും നേരത്തെ എണീക്കണം. പരീക്ഷയാണ് വരുന്നത്. മടി പിടിച്ച് കിടന്നുറങ്ങരുത്. ഇല്ല മുത്തശ്ശി, സത്യം. പണ്ടൊരു കാട്ടിൽ പൂമ്പാറ്റകളുടെ ലോകത്ത് ഒരു മടിയനായ കുഞ്ഞൻ പൂമ്പാറ്റയുണ്ടായിരുന്നു.
പൂമ്പാറ്റ ഒരു കാര്യവും നേരത്തും കാലത്തും ചെയ്യില്ല. താമസിച്ചേ ഉറങ്ങും, താമസിച്ചേ എണീക്കും. ഒരു ദിവസം പതിവ് പോലെ കുഞ്ഞൻ പൂമ്പാറ്റയുടെ അച്ഛനും അമ്മയും കൂടി തേൻ ശേഖരിക്കാൻ പുറപ്പെട്ടു. നീ തേൻ ശേഖരിക്കാൻ വരുന്നില്ലേ? ഇത്തിരി നേരം കൂടി കഴിയട്ടെ. ഇതും പറഞ്ഞ് നമ്മുടെ കുഞ്ഞൻ പൂമ്പാറ്റ ഗെയിമിൽ മുഴുകി തേൻ ശേഖരിക്കാൻ പോകാതെ മടി പിടിച്ചിരുന്നു. അവന് തോന്നുന്ന സമയത്ത് മാത്രം പറന്നു ചെന്ന് പൂക്കളിലെ തേൻ കുടിക്കാൻ നോക്കുമ്പോഴേക്കും പൂക്കളിലെ തേനെല്ലാം മറ്റു പൂമ്പാറ്റകൾ വന്ന് കുടിച്ചു തീർത്തിട്ടുണ്ടാകും. ഇത് കണ്ട് അവന് സങ്കടമാകും. വിശന്ന് ദേഷ്യം പിടിച്ച് കൂട്ടിൽ തിരികെ വന്ന് വാവിട്ട് ഉറക്കെ കരയാൻ തുടങ്ങും. കരയല്ലട കുട്ടാ, ഇങ്ങനെ കരഞ്ഞാൽ വല്ല അസുഖവും വരും. ഇത് കേട്ടപ്പോൾ കരച്ചിലിന്റെ സൗണ്ട് ഒന്നുകൂടി കൂട്ടിക്കരയാൻ തുടങ്ങി. ഇത് കേട്ട അച്ഛൻ പറഞ്ഞു, ഓ, ഇനി സ്വൈര്യം തരില്ല. ഇവന്റെ കരച്ചിൽ മാറ്റാൻ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യും. ഇത് കേട്ട അമ്മ പൂമ്പാറ്റ മനസ്സില്ലാ മനസ്സോടെ ക്ഷാമകാലത്തേക്ക് ശേഖരിച്ചു വെച്ചിരിക്കുന്ന തേൻ ഭരണി തുറന്ന് അതിൽ നിന്നും കുറച്ച് തേനെടുത്ത് അവന് കൊടുത്തു. തേൻ കിട്ടിയപ്പോൾ കുഞ്ഞൻ പൂമ്പാറ്റയുടെ കരച്ചിൽ മാറി. ഇത് കൊള്ളാലോ, ഇങ്ങനെ എന്നും കരഞ്ഞാൽ തേൻ ശേഖരിക്കാൻ പോകാതെ തന്നെ തേൻ കിട്ടും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞൻ പൂമ്പാറ്റയുടെ മടി കൂടി വന്നു. അവൻ പിന്നെ തേൻ ശേഖരിക്കാൻ പോകാതെയായി. അച്ഛനും അമ്മയും ശേഖരിച്ചു വെച്ച ഭരണിയിലെ തേൻ കുടിച്ച് ദിവസങ്ങൾ നീക്കി. ഒരു ദിവസം അമ്മ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ ഭരണിയിലെ തേൻ കുടിച്ച് രസിച്ചിരുന്നാല് ക്ഷാമകാലത്തേക്ക് മിച്ചമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പച്ച വെള്ളം കുടിച്ച് ജീവിക്കേണ്ടി വരും. അപ്പോൾ അതപ്പോഴല്ലേ, അപ്പോഴത്തെ കാര്യം അപ്പം നോക്കാം. അപ്പോഴാണ് നമ്മുടെ പൂമ്പാറ്റ കുഞ്ഞിന്റെ കൂട്ടുകാരി അങ്ങോട്ട് വന്നത്. നീ എന്താ ഇപ്പോൾ തേൻ ശേഖരിക്കാൻ വരാത്തത്? നിന്നെ കാണാറേ ഇല്ലല്ലോ, എന്തു പറ്റി? അപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം അമ്മ പൂമ്പാറ്റ പെൺ പൂമ്പാറ്റ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ പെൺ പൂമ്പാറ്റ കുഞ്ഞി പൂമ്പാറ്റയോട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ ക്ഷാമകാലത്ത് പച്ച വെള്ളം കുടിച്ച് നീയും അമ്മയും അച്ഛനും എല്ലാവരും എല്ലും തോലും ആവും. അത് ഞാൻ സഹിച്ചു. ഇനി ഞാൻ നിന്നോട് കൂട്ടില്ല. ഇതും പറഞ്ഞു കുഞ്ഞി പൂമ്പാറ്റ നമ്മുടെ പെൺ പൂമ്പാറ്റയോട് പിണങ്ങി. അവൾ ഒന്നും പറയാതെ അവിടെ നിന്നും സങ്കടത്തോടെ പറന്നുപോയി. അങ്ങനെ ആ കാട്ടിൽ ക്ഷാമകാലം വന്നു. കുഞ്ഞി പൂമ്പാറ്റയുടെ വീട്ടിലെ തേൻ ഭരണികളും കാലിയായി. പൂക്കൾ വിടരുന്നത് കുറയുന്ന മഞ്ഞുകാലത്തിനാണ് ക്ഷാമകാലം എന്ന് പറയുന്നത്. എവിടെയും ഒരു പൂ പോലും കാണാനില്ലാതായി. എത്ര രാവിലെ എത്ര ദൂരേക്ക് പറന്നു ചെന്നാലും ഒരു തുള്ളി തേൻ കിട്ടാത്ത മഞ്ഞുകാലം വരും എന്നറിയാവുന്നത് കൊണ്ടാണ് അമ്മ തേൻ ഭരണി റെഡിയാക്കി വെച്ചിരുന്നത്. എണീക്കാൻ മടി പിടിച്ച് പൂക്കളിൽ നിന്നും തേൻ കിട്ടാതെ വന്ന ദിവസങ്ങളിലെല്ലാം വയറു നിറയെ തേൻ കുടിച്ചു തീർത്തതോർത്ത് കുഞ്ഞി പൂമ്പാറ്റയ്ക്ക് സങ്കടമായി. നേരത്തെ ഉറങ്ങണം, നേരത്തെ എണീക്കണം, മടി പിടിച്ച് തോന്നിയ നേരം വരെ കിടന്നുറങ്ങരുത് എന്നെല്ലാം അമ്മയും അച്ഛനും പറഞ്ഞിട്ടുണ്ട്. കേൾക്കാതിരുന്നിട്ടല്ലേ ഇപ്പോൾ ഈ ഗതി വന്നത്. മഞ്ഞുകാലം ഇങ്ങനെ തീരാറാവുകയാണ്. എന്നാലും ഇപ്പോഴും ക്ഷാമകാലം തീർന്നിട്ടില്ല. പക്ഷേ ചില ചെടികൾ ഇപ്പോഴും മൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, നാളെ നേരത്തെ എഴുന്നേറ്റ് തേൻ ശേഖരിക്കാൻ ഇറങ്ങ്. നേരത്തെ എഴുന്നേൽക്കുമോ? ഞാനിപ്പോ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. വിശന്നു അലഞ്ഞിട്ട് കിടക്കാൻ പറ്റാതെയായാൽ ആരായാലും നേരത്തെ എഴുന്നേറ്റ് പോകില്ലേ. അങ്ങനെ പച്ചവെള്ളം മാത്രം കുടിച്ച് ചിറകുകളുടെ ശേഷിയൊക്കെ പോയെങ്കിലും അവൻ പിറ്റേ ദിവസവും അതിരാവിലെ എണീറ്റ് പൂമൊട്ടുകളുടെ അടുത്തേക്ക് പോയി. വേഗം വിരി, നിങ്ങൾ വിരിഞ്ഞാൽ ഇനി മുതൽ തേൻ ശേഖരിക്കാൻ ആദ്യം എത്തുക ഞാനാണ്. ഞാൻ എന്റെ എല്ലാ കാര്യത്തിലും നല്ല കുട്ടിയായി. ആദ്യത്തെ തേൻ എനിക്ക് തന്നെ തരില്ലേ? ഇത് കേട്ട പൂമൊട്ടുകൾ കാറ്റിൽ തലയാട്ടി.
തേനൊന്നും കിട്ടാതെ അവശരായി കിടപ്പായിരുന്ന അച്ഛനും അമ്മയും അപ്പുവിന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കണ്ട് സന്തോഷിച്ചു. ഇപ്പോഴെങ്കിലും നീ നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചല്ലോ, സന്തോഷമായി. പെട്ടെന്നാണ് ആരോ കോളിംഗ് ബെല്ലടിച്ചത്. അവൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഒരു കുഞ്ഞു തേൻവരണിയുമായി വന്നു നിൽക്കുകയാണ് അവന്റെ കൂട്ടുകാരി കുഞ്ഞി പൂമ്പാറ്റ. അവന്റെ മടിയും അനുസരണയില്ലായ്മയും മാറ്റാൻ തീരുമാനിച്ചതറിഞ്ഞ് അവന് സമ്മാനമായി തേൻ ഭരണി കൊടുക്കാനായി വന്നതായിരുന്നു. നീ നല്ല കുട്ടിയാവാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ നിനക്ക് ഒരു തുള്ളി തേൻ പോലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തരാഞ്ഞത്. സോറി. അങ്ങനെ അവർ വീണ്ടും സുഹൃത്തുക്കളായി. കുഞ്ഞി പൂമ്പാറ്റയുടെ മടിയെല്ലാം മാറി. അവൻ എന്നും അച്ഛന്റെയും അമ്മയുടെയും കൂടെ തേൻ ശേഖരിക്കാൻ പോയി. കാലിയായ ഭരണികളിലെല്ലാം തേൻ നിറച്ച് നല്ല കുട്ടിയായി